ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. നമ്മൾ മുന്നേയും സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വേറൊരു മെത്തേഡിൽ ചെയ്തതായിരുന്നു. മുന്നേ ചെയ്തത് നമ്മൾ നോർമൽ A4 പേപ്പറിൽ പിക്ചേഴ്സ് വരച്ചു കൊടുത്തിട്ട് കളർ ചെയ്ത് അങ്ങനെയാണ് സ്റ്റിക്കേഴ്സ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ ഇപ്പം ചെയ്യുന്ന മെത്തേഡിൽ നമ്മൾ ഓൾറെഡി ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടാണ് സ്റ്റിക്കർ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കർ കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിൻട്രസ്റ്റിൽ പോയിട്ട് പ്രിൻ്റബിൾ കവായി സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സിൻ്റെ മോഡൽസ് കിട്ടും. അത് നമുക്ക് ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ 230 GSM പ്രിൻ്റ് എടുത്തതാണ്. നമുക്ക് സ്റ്റിക്കേഴ്സ് ആക്കാൻ ഈ ഒരു GSM എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കുറച്ച് പിക്ചേഴ്സ് മാത്രം കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ സ്റ്റിക്കർ ആക്കുന്നില്ല, എനിക്ക് വേണ്ട കുറച്ച് പിക്ചേഴ്സ് മാത്രം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഈ പിക്ചേഴ്സ് കട്ട് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ആ പിക്ചറിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യരുത്. കുറച്ച് എക്സ്ട്രാ പോർഷൻസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് നമ്മൾ കുറച്ച് പിക്ചേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ തീർന്നു പോയ നെയിം സ്ലിപ്പിൻ്റെ ഒരു ഷീറ്റാണ്. അതിൻ്റെ മുകളിലോട്ടേക്ക് ഒന്ന് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ സെല്ലോ ടാപ്പ് എടുക്കുമ്പോൾ കുറച്ച് വലിയ സെല്ലോ ടാപ്പ് എടുത്താൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നമ്മളിത് ഒട്ടിക്കുന്ന ടൈമിൽ ചുളിവോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് തന്നെ ഒട്ടിക്കണം. എന്നാലും മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ഈ പിക്ചേഴ്സ് ഒന്ന് ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഈ പിക്ചേഴ്സിൻ്റെ മുകളിലോട്ടേക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോഴും കറക്റ്റ് ചുളിവൊന്നും വരാണ്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണേ. അങ്ങനെ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്ന പ്രോസസ്സ് കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ആദ്യം കട്ട് ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് പീൽ ഓഫ് ചെയ്യാൻ പറ്റിയ സ്റ്റിക്കറാണ്. നമുക്കിനി ഇതൊന്ന് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ നല്ല അടിപൊളിയായിട്ട് ഒട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നേ ചെയ്തതുപോലെയല്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് എല്ലാ സ്റ്റിക്കേഴ്സും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കിൽ ഏതെങ്കിലും ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ നമ്മൾ സ്റ്റിക്കർ എങ്ങനെയുണ്ട്? വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.